ഈ അലവലാതിയല്ല ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 250 പവൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതിന് അപ്പോൾ ഇന്നെല്ലാം കൂടെ മൊത്തത്തിൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരെയാടോ കാണിച്ചു തരാം. ഞാനൊരു 30-35 വീഡിയോ ഒരു 2 ദിവസമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആ കണ്ട വീഡിയോയിൽ ഒരു റിട്ടയർഡ് DYSP, ഞാൻ ആ ചാനലിൻ്റെ പേരോ അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്തൊന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും ബ്രേക്കേജ് ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ മറ്റൊരാളെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ 35 വീഡിയോ കണ്ടതിൽ ഏകദേശം 27 വീഡിയോകളുടെയും ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലൊരു ഡാറ്റ ഇല്ല ഇതിന്. പക്ഷേ ഈ ഡാറ്റ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ കുറേ റിസർച്ച് ചെയ്തിരുന്നു. കാരണം ഈ ഡൈവോഴ്സായി പോയ ആൾക്കാർ അത് കഴിഞ്ഞ ശേഷം ജീവിതകാലം മുഴുവനും അങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 72% ആൾക്കാരും ഈ ഒരു ഡിവോഴ്സിന് ശേഷം വളരെ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 72% ആൾക്കാരും ഹാപ്പിയായി ജീവിക്കുന്നെങ്കിൽ ആ 72%-ന് താഴെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പക്ഷേ ഈ ദൈവദത്തമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ മിസ്സാക്കി കളയുന്നത്? എന്ത് പർപ്പസിന് വേണ്ടിയാണ്? വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കണക്കൂട്ടുന്നത് നമ്മുടെ ഈ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് ഇടപെടുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കെട്ടുറപ്പാണ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ കെട്ടുറപ്പിൻ്റെ പേരിൽ ഒരാളുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ വേറൊരാളെ കാണിക്കാൻ വേണ്ടി സ്പോയിൽ ചെയ്ത് കളയുക ചെയ്യുന്നത് അല്ലേ? ഏകദേശം 32ഓളം കേസ് സ്റ്റഡികളുടെ റിസൾട്ട് പഠിച്ചതിന് ശേഷം, അതായത് ഞാൻ പറയുന്നത് 100% എന്നുള്ളതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 32 കേസുകൾ സ്റ്റഡിയുടെ 27% എടുത്തപ്പോഴും ആ ആൾക്കാരൊക്കെ തന്നെ ഈ പറഞ്ഞ ചില ആൾക്കാർ മർഡർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ലേറ്റർ 4 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ബന്ധങ്ങളിലുള്ള ഇഷ്യൂസ് വെച്ചുകൊണ്ട് അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ ഇംബാലൻസസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ ചില പെർട്ടിക്കുലർ സീനുകളിൽ നമ്മൾ പോയി ചാടി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന വലിയ കുഴിയിലോട്ട് പോയി ചാടി നമ്മളെ തന്നെ അവസാനിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്കതിന് പകരം എത്രയോ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു സംവിധാനം. ഒന്ന് ഇതെന്ന് ഏത് ബേസിലാണ് പറയുന്നത്? ഈ നമ്മളെ ക്ലാസ്സിനൊക്കെ വിളിച്ചിരുത്തി പറയിപ്പിക്കുന്ന ആൾക്കാർ, നിങ്ങളെ കൊണ്ട് ഒരിക്കലും നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഞാനൊരു 4 മണിക്കൂർ വിളിച്ച് ക്ലാസ് എടുത്താലും ആ പ്യൂരിഫിക്കേഷൻ നടക്കത്തില്ല. ബിക്കോസ് അത് നമുക്ക് നമ്മുടെ യുഗങ്ങളായി നമ്മുടെ ഈ മൈൻഡിലൂടെ വന്നിരിക്കുന്ന മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 2, നമുക്ക് ഈ പ്രശ്നങ്ങളെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു സംവിധാനം. ഈ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞതുപോലെ നമ്മൾ പോയി ഷെയർ ചെയ്യാൻ പോകുന്നത് ആരോടാണ് ഷെയർ ചെയ്യുന്നത്, അത് പിന്നീട് ഇതിനെക്കാട്ടി വലിയൊരു കുരുക്കായി വീണ്ടും തിരിച്ചു വരും. പിന്നെ ഇങ്ങനെ നമ്പർ ഓഫ് ഫാക്ടറികളാണ് നമുക്കിതിന് മുന്നിലുള്ളത്. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതിനെ 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. 1 അറേഞ്ച്ഡ് മാരേജ്, 2 ലവ് മാരേജ്. ഇത് പറയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ്, ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞത്. ഞാൻ ഈ പറയാൻ വരുന്ന പോയിന്റിലേക്ക് എന്തുകൊണ്ട് എത്തി എന്ന് ചോദിച്ചാൽ, ഇത് 2 രൂപത്തിലാണ്. 1 ലവ് മാരേജ് എന്ന് പറയുന്ന സംവിധാനം. ഭൂരിഭാഗവും ഇത് നടക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് മെച്ചറാവുന്നതിന് മുമ്പിട്ടാണ് ഈ പറയുന്ന ലവ് മാരേജസ് എന്ന് പറയുന്നത് നടക്കുന്ന സമയത്ത് ആൾക്കാരൊരു ഫാൻറ്റസിയുടെ വേൾഡിലാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു വിവാഹം വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെ വിളിക്കുന്നു, പോയി നാട്ടിലുള്ള കംപ്ലീറ്റ് ബന്ധുക്കളെ വിളിക്കുന്നു, ആൾക്കാരെ വിളിക്കുന്നു, എല്ലാവരെയും കൂടെ കൂട്ടുന്നു, എല്ലാവരെയും കൂടെ കാണിക്കുന്നു, ഇതെല്ലാം കൂടെ നടത്തുന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ഇത് ഈ പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഭാര്യ ഓടി പിടിച്ച് നേരെ വീട്ടിൽ പോകുന്നപ്പോൾ ചേട്ടൻ എന്നെ തല്ലി, എന്നോട് ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മീൻകറി വെച്ചപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയി, കൂടിപ്പോയി, കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നു. ചേട്ടനെ ഉടനെ തിരിച്ച് പറയുന്നു, അയ്യോ അവൾ എന്നോട് ഇന്നലെ ഞാൻ 3 പ്രാവശ്യം കഞ്ഞിക്കകത്ത് മറ്റേ സ്പൂൺ ഇടണമെന്ന് പറഞ്ഞു, അവൾ പ്ലാവിലെ ഇട്ടെ.
ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരു ലവ് മാരേജിൽ നടക്കുന്നില്ല. കാരണം ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നേരെ ഓൾറെഡി രണ്ട് പേരുടെ മാത്രമായിട്ടുള്ളൊരു ഡിസിഷനാണ്. അതിൽ ഈ പറയുന്ന എക്സിൻ്റെയോ വൈയുടെയോ റിലേഷൻഷിപ്പോ അല്ല റിലേറ്റീവ്സോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ക്ലബ് ചെയ്ത് തീരുമാനം എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരോടും വന്നിരുന്ന് കൈയടിച്ച് പാസ്സാക്കി ആഹാരം കഴിച്ചിട്ട് പോയ ഒരു സംവിധാനം അല്ല. അപ്പോൾ ഈ പറയുന്ന എക്സും വൈയും മാത്രമേ അവിടെ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എക്സിൻ്റെ തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഫാൻറ്റസി സിനിമാറ്റിക് വേൾഡൊക്കെ ഒരു 3 മാസം കഴിയുമ്പോൾ കഴിഞ്ഞു, കയ്യിലുള്ള കാശ് തീർന്നു. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു സംഭവം, ഈ അലവലാതിയല്ല ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 250 പവൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് സ്ത്രീധനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ സ്ത്രീധനം വേണമെന്നോ ഒന്നും ഉള്ളതല്ല പറയുന്നത്. ഞാൻ പറയുന്ന ഒരാളുടെ മൈൻഡ് സെറ്റാണ് പറയുന്നത്. രണ്ട് തിരിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമായിരുന്നു, ഞാൻ ഇതിനകത്ത് പോയി ചാടി കൊടുത്തു. തിരിച്ച് വൈഫിനെ സംബന്ധിച്ച് തോന്നുന്നൊരു സംഭവം എന്താണ്, ഞാൻ ഇതൊന്നും അല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അന്നൊരിക്കലും ആലപ്പുഴ കളക്ടർ വന്ന് എന്നെ അന്വേഷിച്ച് ആലോചിച്ചതായിരുന്നു, എന്നിട്ട് ഞാൻ എന്നാൽ അത് ചെയ്തില്ല, അതുകൊണ്ട് ഇവനെ കൊണ്ട് പറ്റി, ഇവനെ കൊണ്ട് എനിക്കിപ്പോൾ കൊണ്ടുവരുന്നില്ല, ലൈറ്റ് വെച്ച കാറിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്പൂൺ ഇടാൻ പറഞ്ഞപ്പോൾ പ്ലാവലയാണ് ഇട്ടത് എന്ന് പറയുന്നൊരു സംവിധാനത്തിലോട്ട് വരുന്നു. ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഇത് രണ്ട് എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രം എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണിത്. ആ ഡിസിഷനിൽ നിന്നും ഒരിക്കലും ഇവർക്ക് മൂന്നാമത് ഇസഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഇസഡ് എന്ന് പറയുന്ന കാറ്റഗറിയോട് പോയി ഡീല് ചെയ്യുന്നതിന് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഉരുത്തിരിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ ഒരു തീരുമാനത്തെത്തും. ഇതാണ് ഞാൻ ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ നടന്ന 38 കേസുകൾ. ആളുടെ പേരും കാര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. അയാളൊരു റിട്ടയർഡ് DYSP ആണ്. പുള്ളി ഒരു ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാനലിലൂടെ പുള്ളി പറയുന്ന കഥകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എടുത്തിരുന്നത് കുറേ കഴിയുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയുടെ വ്യത്യാസങ്ങൾ. തിരിച്ച് വേറൊരു കാര്യം ആലോചിച്ച് നോക്കി, ഇതൊരു അറേഞ്ച്ഡ് സെറ്റിൽമെൻ്റ് ആണെങ്കിൽ, കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫെയിലർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രേമവിവാഹമൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പ്രേമവിവാഹങ്ങളിൽ കൂടുതലും പരാജയപ്പെടുന്നതിൻ്റെ ഒരു റീസൺ ഞാനിപ്പോൾ പറഞ്ഞതാണ്. 2, അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം പിന്നെ ബാക്കിയെല്ലാം കറക്റ്റായിരുന്നോ, ഇതെല്ലാം ശരിയായിരുന്നു എന്ന്. പക്ഷേ അവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ആൾക്കാരുടെ പെടലിക്കോട്ട് ഈ പ്രശ്നത്തിനെ എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ ആ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് വെറുതെ ഒരു കാര്യമില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റും, നിങ്ങളെല്ലാവരോട് ചേർന്നല്ലോ എനിക്കിത് ശരിയാക്കി തന്നെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരോട് പോയി ശരിയാക്കി താ എന്ന് പറയുമ്പോൾ അവിടെ XY Z എന്ന് പറയുന്ന XY എന്ന് പറയുന്ന 2 ആൾക്കാർ മാത്രമല്ല ഉള്ളത്. അവിടെ എക്സും വൈയും തമ്മിലുള്ള ഇഷ്യൂവിനെ കൺസോൾഡേറ്റ് ചെയ്യേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യേണ്ടത് Z എന്ന് പറയുന്ന സറൗണ്ടിങ് കാറ്റഗറിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നു. ഈ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് അപ്പോൾ ചോദിക്കുക, അതിലൊന്നും കൊലപാതകങ്ങളും പ്ലാൻഡ് മർഡർ ആയിട്ടുള്ള, ഞാൻ കൊലപാതകം എന്ന് പറയുന്നത് പ്ലാൻഡ് മർഡറുകൾ നടക്കുന്നില്ലെന്ന്. പ്ലാൻഡ് മർഡർ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരിക്കലും ഒരുത്തൻ ഇൻബോൺ ഓണായിട്ട് തന്നെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരുത്തൻ ചെയ്യുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് മൊത്തം 38 കേസ് കാറ്റഗറികൾ കാൽക്കുലേറ്റ് ചെയ്തതിനകത്തുനിന്ന് എടുത്തിരുന്നതിൻ്റെ 72% എടുത്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് 2 കാറ്റഗറി ആയിട്ടുള്ള വിവാഹങ്ങൾ, 1 അറേഞ്ച്ഡ് മാരേജും 2 ലവ് മാരേജും. അപ്പോൾ അതുകൊണ്ട് ലവ് മാരേജുകാരെല്ലാവരും ഇപ്പോൾ താഴെ പങ്കാളിയിടാൻ വരും. പിന്നെ ഞങ്ങളെല്ലാവരും ലവ് മാരേജ് ചെയ്ത് ഈ ലവ് മാരേജും ഇതിൻ്റെയും തമ്മിലുള്ള എന്താണ് അതിൻ്റെ ബാക്കപ്പിൽ കിട്ടുന്ന ഇഷ്യൂസ് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ ഇപ്പം പറയുമ്പോൾ ഒരു ഇഷ്യൂ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇതൊരു 40 അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരുടെ ഒരു ബ്രാക്കറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ടീനേജ് മുതൽ ഒരു 40 വയസ്സിന് വരെയുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ പറയുന്ന ആകെ 38 കേസുകൾ കേരളത്തിലെ ഒരു റിട്ടയർഡ് DYSP പറഞ്ഞ കഥകളുടെ പുറത്ത് പറഞ്ഞേക്കുന്ന 72% പുറത്തല്ലേ നിങ്ങൾ കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒട്ടാകെ നടന്ന് ഞാൻ ഈ കഥകൾ എടുക്കാൻ പോയിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഓരോ 8 മിനിറ്റിലും ഇവിടെ ഒരു ആത്മഹത്യ നടക്കുന്നുണ്ട്. ആ ആത്മഹത്യകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ പിന്നാമ്പുറ കഥകൾ തേടിപ്പോയപ്പോൾ കേരളത്തിൽ അത് കുറച്ച് കുറവാണെന്ന് മനസ്സിലായി. കേരളത്തിൽ കുറവായതിൻ്റെ കാരണം ഒരു പരിധിവരെ അറേഞ്ച്ഡ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇനി നമ്മൾ അതിൻ്റെ പിന്നിൽ രണ്ടാമത് നമുക്ക് ഇനി ആലോചിക്കാൻ പറ്റുന്നത്, ഇനി എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അടിയാണ്, ബഹളമാണ്, വഴക്കാണ്. അപ്പോൾ ആ പാർട്ട്ണറിലേക്ക് നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുവാന്നിരിക്കട്ടെ. അയാൾ പറയുന്ന എന്ത് ഡിമാൻഡിനെയും
നിങ്ങൾ ചെയ്യുമൊന്നും വേണ്ടെന്നേ, വെറുതെ ഒരു 2 to 3 days നിങ്ങളൊന്ന് അംഗീകരിച്ച് നോക്കി. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ബിസിനസ് ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. കാരണം എന്നോട് ഒരുപാട് കട്ടയ്ക്ക് നിൽക്കുന്ന ചില ആൾക്കാരോട് അവർ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞ ശേഷം 5-ാം ദിവസം അല്ലെ 6-ാം ദിവസം ഒരു വീക്കിനകത്ത് വെച്ചാൽ അവർ വീണ്ടും തിരിച്ചു നിന്നിട്ട് പറയും അതെ നമുക്ക് മറ്റേ അത് ശരിയായിക്കോ. ഇത് ആണ് മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായത് റിലേഷൻഷിപ്പിനകത്ത് പോലും ഇത് ബാധകമാണ്. അപ്പോൾ ഏറ്റവും പ്രൈമോസ്റ്റായിട്ട് നിൽക്കുന്ന സാധനം ഇതാ. ആ സാധനത്തിനെ പോലും ഹാൻഡിൽ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി വന്നാൽ കൂടിപ്പോയാൽ 48 മണിക്കൂറല്ലേ 72 മണിക്കൂർ മതി. ആ 72 മണിക്കൂർ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയ. നിങ്ങൾ പെട്ടെന്നൊരു ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യുക, നേരെ ഇപ്പോൾ ഒരു 7-up വാങ്ങിച്ചുകൊണ്ട് വരുമോ, വാങ്ങിച്ചിട്ട് നമ്മൾ ഭയങ്കര ടെമ്പറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് കുലുക്കി കുലുക്കുക. അതിന് ശേഷം എടുത്ത് വെക്കുക. ഇപ്പോൾ ലൈവിൽ കാണിക്കണമെന്നുണ്ട്. ഇപ്പോൾ കടയൊക്കെ അടച്ചത് കൊണ്ടാണ് ഇതിനെ നമ്മൾ തുറക്കുക. ഇതിൻ്റെ 75% വെളിയിൽ പോകും. ഇതൊരിക്കലും നമുക്ക് തിരിച്ചു കയറ്റാൻ പറ്റത്തില്ല. പകരം നിങ്ങളൊരു കാര്യം ചെയ്തേ, ഈ സാധനം എന്നിട്ട് കുലുക്കി ഒരു 72 മണിക്കൂർ ഈ സാധനത്തിനെ അല്ല ഒരു 10 മിനിറ്റ് നമ്മൾ ഈ സാധനത്തിനെ താഴെ വെച്ചു. ഇനി അതിനെ നൈസായിട്ടും തുറന്നു നോക്കി ഒരു തുള്ളി പോലും പുറത്ത് പോകത്തില്ല. ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചെറിയ ഇമോഷന് കൊണ്ടായിരിക്കുക. ഒരു നിമിഷത്തെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പുറത്തായിരിക്കുക നമ്മളൊരാളെ കൊന്ന് നമ്മൾ അടുത്ത 14 കൊല്ലം ജയിലിൽ പോയി കിടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഞാനിപ്പോൾ പറഞ്ഞു വന്നിരുന്ന ആ പോയിൻറ്റിനെ ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പുകൾ എപ്പോഴും 2 തരത്തിൽപ്പെട്ട റിലേഷൻഷിപ്പുകൾ. നമ്മൾ കണ്ടെത്തുന്ന റിലേഷൻഷിപ്പുകളിൽ നമ്മൾ മാത്രം ഉത്തരവാദിയാവുകയാണ്. 2 വീട്ടുകാർ കണ്ടെത്തി തരുന്ന റിലേഷൻഷിപ്പുകളിൽ നമ്മൾ അവരുടെ പെടലിക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ പറയുന്ന പതഞ്ഞ് നുരഞ്ഞ് വരുന്ന ആ പ്രശ്നങ്ങൾ കുറച്ച് വെളിയിൽ പോകാൻ വേണ്ടി നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അത് കിട്ടുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൂടാ? നിങ്ങളുടെ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സോഡ വാങ്ങിച്ച് പൊട്ടിച്ച് കേൾക്കുന്നതിന് മുമ്പിട്ട് താത്തി വെച്ചു. എന്നിട്ട് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്ണറോട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ദിസ് ഈസ് മൈ ഇഷ്യൂ. അതിന് എന്തോ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾ ഒരു ജീവിതത്തിൽ ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അയാളുടെ ലൈഫാണ്. അത് നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് അയാൾ നിങ്ങളെപ്പറ്റി മോശമായിട്ട് ചിന്തിച്ചോട്ടെ, നിങ്ങളെപ്പറ്റി വളരെ നീചമായി ചിന്തിച്ചോട്ടെ, നിങ്ങളെപ്പറ്റി വളരെ നന്നായിട്ട് ചിന്തിച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ. ടു ബി വെരി ഫ്രാങ്ക്ലി, ഇതാണ് സുഹൃത്തെ എൻ്റെ പ്രശ്നം. ഇതാണ് ദിസ് ഈസ് മൈ ഇഷ്യൂ, ദിസ് ഈസ് മൈ ഫോൾട്ട്, അതർവൈസ് ദിസ് ഈസ് യുവർ ഫോൾട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങൾ ഒന്ന് സംസാരിച്ച് ഇതിന് പകരം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കുറച്ച് 30-38 കേസ് സ്റ്റഡിയുടെ പുറത്ത് മാത്രമേ പറയുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 3 ദിവസത്തേക്കുന്നേ ലൈഫ് ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ 5 കൊല്ലം കൂടെ താമസിച്ചു, അടുത്ത 10 കൊല്ലം നിങ്ങൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വിട്ടിട്ട് 2-3 ദിവസത്തേക്ക് പറഞ്ഞിട്ട് നിങ്ങളങ്ങ് തോറ്റു കൊടുക്കുന്നേ. വണ്ടാർ തുടങ്ങി എങ്ങനെയെങ്കിലും ആയിട്ട് നീ പറയുന്നേ ശരി, എന്നാ വിഷയം? നീ പറഞ്ഞു നീ കള്ളു പിടിച്ചിട്ട് നാളെ വന്നിട്ട് തല്ലേ, തല്ലേ, സോറി, ഇനി തല്ലത്തില്ല. അല്ലെങ്കിൽ ഇനി നിങ്ങൾ നാളെ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ നാളെ എന്നെ നോക്കിയ സമയത്ത് എൻ്റെ ചുരിദാർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചുരിദാർ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അവർ തിരിച്ചു പറയുമോ, ഇയാൾ തന്നെ ഞാൻ ചുവപ്പ് പാൻറ്റിടാൻ പറഞ്ഞപ്പോൾ നീല പാൻറ്റിടാൻ ഇട്ടു. ശരിയാണോ? അത് തെറ്റാണെന്ന് പറയുന്നു. തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ ആ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, ആ ഇക്വിലിബ്രിയത്തിലല്ലാതെ സംസാരിക്കാത്തടത്തോളം കാലം നിങ്ങൾ ഒരു കോടതിയിലും ഒരു കേസിലും ഒരു സംവിധാനത്തിലും ഒരു നിയമ സംവിധാനം കൊണ്ട് ഈ കാര്യങ്ങളെ ഒന്നും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, ലൈഫ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഈ സാധനം എടുത്ത് പിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ എടുക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളേ ഉള്ളന്നേ. ഇത്രയും വലിയ കഥ പറഞ്ഞതിനകത്തൊരു 3 പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ 3 പോയിൻ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പറഞ്ഞതാണ്. ആ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ കാര്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ചെയ്തിട്ട് വിജയിക്കുന്നേ. ഈ കേൾക്കുന്ന കാര്യം കൊണ്ട് ഒരാൾക്കെങ്കിലും
ഒരാൾക്ക് പ്രയോജനം ഉണ്ടായാൽ ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് കൊള്ളാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നി നിങ്ങളോട് കൂടുതൽ അകന്ന് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാലോ. എങ്കിൽ നല്ലതല്ലേ? ശരി എന്നാൽ ഓക്കെ.